ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി സിമ്പിളായിട്ടുള്ളൊരു ബീട്രൂട്ട് തോരനാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ നല്ല രുചിയായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണം നോക്കിയാൽ അതിനായിട്ട് ഞാനൊരു 2 ബീട്രൂട്ട് തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ കനം കുറച്ച് ഞാനിത് വട്ടത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട്. അതിനെ നെടുകെ ഒന്ന് കീറിയതിന് ശേഷം വീണ്ടും ഇതേപോലെ അല്പം നീളത്തിലും വളരെ കനം കുറച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ആ ബീട്രൂട്ടിൻ്റെ 1.5 എടുത്തിട്ടുള്ളൂ, ഒരു അരമുറി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് വേണ്ടത് ഒരു സവോള നീളത്തിൽ കട്ട് ചെയ്തതും 4 പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും ഒരു 1/4 മുറി നാളികേരം ചിരവിയതാണ്. അപ്പോൾ സവോള ചേർത്ത് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഒരു 7 വെള്ളുള്ളി അല്ലി എടുത്തിട്ടുണ്ട്. അത് ചതച്ച് നമ്മൾ ചേർക്കുന്നതായിരിക്കും, അപ്പം നല്ല ടേസ്റ്റാണ്. ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാവുന്ന സമയത്ത് അതിലേക്ക് കടുകിട്ടു. ചതച്ച വെള്ളുള്ളിയും കട്ട് ചെയ്ത് വെച്ച സവോളയും ചേർത്ത് നമ്മൾക്കതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. അതുകൂടി ചേർത്ത് ഒരു 1/2 മിനിറ്റ് കൂടി നമ്മൾക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നതിന് ശേഷം നമ്മൾക്ക് അതിലേക്ക് ബീട്രൂട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം. ഇതേപോലെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ നമ്മൾക്ക് ബീട്രൂട്ട് തോരന് ആവശ്യമുള്ള ഉപ്പ് ഒരു 1/2 സ്പൂൺ അളവിൽ ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൂടി ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്തു. അപ്പോൾ നമ്മൾ ആ ചേർത്ത ഉപ്പ്, വെളിച്ചെണ്ണ, ബീട്രൂട്ടിൽ അല്പം വെള്ളമൊക്കെ ഇറങ്ങി വരും. ഇനി ഒരല്പം മഞ്ഞൾപ്പൊടി ഒരു 1/4 സ്പൂൺ അതും കൂടി ചേർത്തു. അപ്പോൾ ഇതിലെല്ലാം കൂടി ഇതൊന്ന് നമ്മളൊന്ന് അടച്ച് വെച്ച് വേവിക്കുക. വെള്ളം ചേർക്കാതെ ഒരു 5 മിനിറ്റ് അടച്ച് വയ്ക്കുക. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 5 മിനിറ്റ് കൊണ്ടൊന്നും ബീട്രൂട്ട് വെന്ത് കിട്ടില്ല. ഒരു വിധം ഒന്നായിട്ടുള്ള ഒരു ഹാഫ് കുക്കായിട്ടുണ്ടാവും. ഇനി നമ്മൾ അതിലേക്ക് ചെയ്യേണ്ടത് ഒരു 2-3 സ്പൂണ് ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ചൂടുവെള്ളം തന്നെ ഒഴിക്കുക. എന്നിട്ട് വീണ്ടും ഒരു 5 മിനിറ്റ് കൂടി നമുക്കതൊന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ അത് 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം തുറന്ന് നോക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾക്ക് ഏകദേശം ബീട്രൂട്ട് ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വളരെ കനം കുറച്ചാണ് കട്ട് ചെയ്തത്, അതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കുക്കായത് വരും. ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളതിലേക്ക് ഒരു 1/2 സ്പൂൺ അളവിൽ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കണം. എന്നതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് ലോ ഫ്ലെയിമിലേക്ക് ഇടുക. എന്നിട്ട് ഒരു 2 മിനിറ്റും കൂടി അടച്ച് വെക്കണം. ആ എരിവൊക്കെ ഒന്ന് അതിലേക്ക് പിടിക്കട്ടെ. അപ്പോൾ ബീട്രൂട്ടിനൊക്കെ ഒരു അല്പം മധുരം ഉണ്ടാവും, അത് ആ മുളക് പൊടി ചേർത്താൽ ശരിയാവും. 2 മിനിറ്റിന് തുറന്ന് നോക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ആ തോര റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ചിരകി വെച്ച തേങ്ങയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ അടിപൊളി ബീട്രൂട്ട് തോരൻ ഇവിടെ റെഡിയായി. ചോറിനൊപ്പം കഞ്ഞിക്കൊപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ഐറ്റമാണ്. അപ്പോൾ ബീട്രൂട്ട് കഴിക്കാത്തവരും ഇതേപോലെ ഉണ്ടാക്കി കൊടുത്താൽ കഴിക്കും. ആ വെള്ളുള്ളി ചതച്ച് ചേർത്തുകൊണ്ട് തന്നെ നല്ലൊരു മണവും നല്ലൊരു രുചിയും ഉണ്ടാവും. അപ്പോൾ ഞാൻ അതിൻ്റെ ഫ്ലെയിം ഓഫാക്കി അടച്ചു വെച്ചു. ഇപ്പോൾ ഞാനത് വേറെ പ്ലേറ്റിലേക്ക് ഇതാ പകർത്തി കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണേ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കാൻ മറക്കല്ലേ. അപ്പോൾ ഇന്ന് ചോറിൻ്റെ കൂടെ ഈ ഒരു ബീട്രൂട്ട് തോരനും ഒരു വെണ്ടയ്ക്ക സാമ്പാറുണ്ട്, കൂടെ തന്നെ ഒരു ഓംലേറ്റും. അപ്പോൾ അടിപൊളിയായില്ലേ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്